ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രമ്യയുടെ അമ്മ രുക്മിണി രമ്യയുടെ കൂട്ടുകാരി ദീപയെ വിളിച്ച് വരുത്തിയിരിക്കുവാണ്. ദീപ വന്നിട്ട് ചോദിക്കുന്നു, എന്തിനാ ആൻറ്റി എന്നെ വിളിച്ചത്? ദീപയെ, മോളെ, നീ എൻ്റെ രമ്യയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ടാണ് മോളെ ഞാൻ നിന്നെ തന്നെ വിളിച്ചത്. എൻ്റെ മോൾ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താ ആൻറ്റി പറഞ്ഞോ? എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യാം ആൻറ്റി. മോക്ക് ചെയ്യാൻ പറ്റും. എന്താ ആൻറ്റി കാര്യം പറ. മോക്കറിയാവല്ലോ രമ്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ആ രാജുവിനെ മാത്രമേ കല്യാണം കഴിക്കുമെന്നും പറഞ്ഞ് അവൾ വാശി പിടിച്ചിരിക്കുക. കല്യാണപ്പന്തൽ വരെ കൊണ്ട് എത്തിച്ചതാ. എന്നിട്ട് അവർ തേച്ചിട്ട് പോയി. ഇത് ഒരു പ്രാവശ്യമല്ല, രണ്ടാമത്തെ പ്രാവശ്യമാണ് മോളെ. അതൊക്കെ എനിക്കറിയാം ആൻറ്റി. ഇപ്പോൾ അടച്ചിട്ട മുറിയിൽ ഒരേ ഒരു ഇരിപ്പ. കുറച്ച് ദിവസം വട്ട് തന്നെന്ന് പറയാം. അങ്ങനെ തന്നെ ആയിരുന്നു മോളെ. ഇപ്പോഴതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. എല്ലാവരോടും ദേഷ്യം. ഈ ലോകത്തോടെ തന്നെ നമുക്ക് പകയാ മോളെ. ഇനി ആ രാജുവിനെ വിചാരിച്ചുകൊണ്ട് ഇരുന്നുകൊണ്ട് വല്ല കാര്യമുണ്ട് ആൻറ്റി? അതിനവൻ കല്യാണം കഴിച്ചു പോയില്ലേ? അതേ മോളെ. അതുകൊണ്ട് എൻ്റെ പൊന്നു മോള് അവളെ ഒന്ന് ഉപദേശിക്കണം. നല്ല സ്ത്രീധനം കൊടുത്ത് ഞാൻ ആരെങ്കിലും കൊണ്ട് അവളെ കെട്ടിക്കാം. എങ്ങനെങ്കിലും എൻ്റെ ദൈവമേ, ഈ ബാധയൊന്ന് എൻ്റെ തലേന്ന് ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ ആൻറ്റി. അവളെ മടുത്തു മോളെ. അതുകൊണ്ട് പറയുന്നതാ. ഈ നാട്ടുകാരുടെ മുന്നിൽ ഞാനങ്ങ് നാണം കെട്ട് തൊലിയുരിഞ്ഞ് നിൽക്കുക മോളെ. എൻ്റെ മോൾ അവളെ ഒന്ന് ഉപദേശിക്ക്. ശരി ആൻറ്റി, ഞാൻ അവളെ ഉപദേശിക്കാം എന്നും പറഞ്ഞ് ദീപ രമ്യയെ കാണാനായിട്ട് വരുവാണ്. രമ്യയാണെങ്കിൽ ആകെ തകർന്ന് കിളി പോയ എന്തോ പോലെ ഇങ്ങനെ ഇരിക്കുവാണ്. ഒരുമാതിരി കുറവൻ ചത്ത കുറത്തിയെപ്പോലെ ഇരിക്കുന്ന രമ്യയുടെ അടുത്തോട്ട് ദീപ ചെന്നിട്ട് പറയുക, എടി രമ്യ, ഇത് എന്തൊരിപ്പാടി എന്ന് ദീപ ചോദിക്കുമ്പോൾ രമ്യ ഒരു നോട്ടമൊക്കെ നോക്കുന്നുണ്ട് ദീപയെ ഒന്ന് ഭയക്കുന്നു. ദൈവമേ, ഇവക്ക് വട്ടാണോ? എടി, നിനക്കെന്നെ മനസ്സിലായോ? അതെന്താടി മനസ്സിലാകാതിരിക്കാൻ? നീ എന്താ ദീപയല്ലേ? രമ്യയുടെ ട്യൂണൊക്കെ അങ്ങ് മാറുന്നുണ്ട്. ദീപ ഒന്ന് ചെറുതായിട്ട് പേടിക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവമേ, ഇവളെൻ്റെ തലമണ്ടയെങ്ങാണോ അടിച്ച് പൊട്ടിക്കൂ. എടി രമ്യ, നീ ഇക്കാലത്ത് ജീവിക്കുന്ന പെണ്ണല്ലേ? അവളുടെ ഒരു പ്രേമം, ബാല്യകാല സഖി, ഇണക്കുരുവികൾ, കൗമാരക്കാലത്ത് മുട്ടിട്ട ഒരു പ്രേമം. എടി പെണ്ണെ, ഇതൊക്കെ ഒരു 50 കൊല്ലത്തിന് മുമ്പായിരുന്നു. എടി, വളച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഒടിച്ചിട്ട് പോണം. അവനാരാ? മൊയ്തീനോ? നീ കാഞ്ചനമാലയാണോ? എടി, നിന്നെ വഞ്ചിച്ചിട്ട് പോയവനങ്ങ് പോട്ടടി. അവനിട്ട് നല്ല പണി കൊടുക്കുക. നിൻ്റെ എന്തെങ്കിലും തെളിവ് മൊബൈലിലുണ്ടെങ്കിൽ പറയടി. അങ്ങനെ നമുക്കവനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അവൻ ഇനി ഒരിക്കലും പുറത്തിറങ്ങി നടക്കരുത്. അത്തരത്തിലുള്ളൊരു പണി നമുക്ക് കൊടുക്കണമടി എന്നൊക്കെ ഇങ്ങനെ ദീപ പറയുന്നെങ്കിലും രമ്യ അവളെ ഇടയ്ക്കിടയ്ക്കൊന്ന് സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. ആ ചതിയനെ ഓർത്ത് നീ ഇങ്ങനെ ഇരുന്ന് നിന്റെ ജീവിതം നശിപ്പിക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. അവൻ്റെ ഒരു പ്രേമ മണ്ണാങ്കട്ട. അവൻ്റെ ആരോഗ്യം തകർക്കണം. അവൻ പോയി വല്ല പണി നോക്കട്ടി. 1 പോയാൽ 9 വരും. എടി, അതാടി മോളെ ഇന്നത്തെ പ്രേമം. നീ വെറും ഒരു മണ്ടിയായി പോയല്ലോടി. എഴുന്നേക്ക് രമ്യ, കുളിച്ച് നീ ഒരു നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ആ ബൈക്ക് എടുത്തൊന്ന് ചുറ്റടി. നിനക്കവനല്ലെങ്കിൽ വേറെ 100 എണ്ണത്തിനെ കിട്ടുമടി. രമ്യ സൂക്ഷിച്ചൊന്ന് നോക്കുന്നുണ്ട് ദീപെ. എടി, കാശുള്ള വീട്ടിലെ ഏതെങ്കിലും ഒരു പോങ്ങൻ ചെറുക്കനെ നോക്കി കെട്ടണം. എന്നിട്ടേ ഇവനോടുള്ള വൈരാഗ്യം മുഴുക്കെ നീ അവനോട് തീർക്കണം. ഇനി അവനെ ചതിക്കാൻ പറ്റുവാണെങ്കിൽ നീ അവനെ ചതിക്കുകയും ചെയ്യണം. അങ്ങനെ നീ പ്രതികാരം വീട്ടണമടി. അത് പറഞ്ഞു തീർന്നതും രമ്യ ചാടി അങ്ങ് എഴുന്നേക്കടി അവിടുന്ന്. അയ്യോ രമ്യ, എഴുന്നേക്കാനാ പറഞ്ഞ്. എഴുന്നേക്കടി അവിടുന്ന്. ദീപ ഇങ്ങനെ അന്താളിച്ചിരിക്കുവാണ്. എടി, നിന്നോടല്ലേ പറഞ്ഞ എഴുന്നേക്കാനെന്ന്? നിന്നെ ആരാടി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? വേണ്ട, മര്യാദയ്ക്ക് പറയുക. ഇപ്പം നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോണം. അവളുടെ ഒരു അഡ്വൈസ്. ദീപയ്ക്ക് വന്ന് ദേഷ്യം. എടി, നിന്റെ അമ്മ വിളിച്ചിട്ടാടി ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ എൻ്റെ ഓഫീസിലിരിക്കുമായിരുന്നു. അവളുടെ ഒരു ഓഫീസ്. ഇറങ്ങിപ്പൊയ്ക്കോടി. ഇനി നീ പോയില്ലെങ്കിൽ നല്ല അടി കിട്ടും നിനക്ക്. അത് കേട്ടിട്ട് ദീപ പറയാം, നീ നശിച്ചു പോവുകടി. 1000 പേരെ നീ പ്രേമിച്ചാലും അവരെല്ലാവരും നിന്നെ ചതിക്കട്ടടി. നീ അത്രയ്ക്ക് അഹങ്കാരിയാടി. നീ ഒരിക്കലും നന്നാകില്ലടി എന്നൊക്കെ പറഞ്ഞ് രമ്യയെ ശപിക്കുവാണ്. ഇവളാര്? വിശ്വാമിത്രൻ്റെ കുഞ്ഞമ്മയുടെ മോളോ? അപ്പോൾ രുക്മിണി അങ്ങോട്ട് കയറി വന്ന് ദീപ രുക്മിണിയെ നോക്കി ഒന്ന് ദേഷിച്ചിട്ട് അങ്ങ് ഇറങ്ങി പോവുകയാണ്. പേടിച്ച് വിറച്ച് നിൽക്കുന്ന രുക്മിണിയോട് രമ്യ പറയാം, വേണ്ടേ, ഇനി ആരെയെങ്കിലും നിങ്ങളെ എന്നെ ഉപദേശിക്കാനാന്നും പറഞ്ഞു വിട്ടാൽ ഈ കാണുന്ന രമ്യ ആയിരിക്കത്തില്ല. പിന്നെ പറഞ്ഞു കേട്ടല്ലോ. ഇതിനെല്ലാത്തിനും കാരണം ആ രാജു അവൻ്റെ കുടുംബവും. ഇന്ന് ഞാൻ അവരെ എല്ലാവരെയും ശരിയാക്കും. ഇന്ന് അവിടുന്ന് 2-1 ആ വീട്ടിൽ നിന്ന് ഞാൻ മടങ്ങില്ല. എൻ്റെ മോളുടെ ജീവിതവും തകർത്ത് എൻ്റെ കുടുംബവും ഇല്ലാതാക്കി ശരിയാക്കി തരുന്നുണ്ട് ഞാൻ. രാധമ്മ ഋതിയോട് പറഞ്ഞതൊക്കെ ഓർത്ത് ഋതിയെ ഇങ്ങനെ വിഷമിച്ച വാതക്കൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. ആ സമയത്ത് രാജു അങ്ങോട്ട് വരുന്നുണ്ട്. രാജു അങ്ങനെ ആ ബൈക്കിൽ നിന്ന് ഇറങ്ങി ഋതികയുടെ അടുത്തോട്ട് വരുവാണ്. രാജുവിൻ്റെ കയ്യിലൊരു ഫയലുണ്ട്. ഇത് ഒളിച്ചു നിന്ന് ജയൻ കാണുന്നുണ്ട്. ഈശ്വര, ഇത് ഞാൻ തിരക്കി നടക്കുന്ന ഫയലാണല്ലോ. ഇതാ ഫയൽ തന്നെ ആണെങ്കിൽ വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല് തന്നെ.
രാജു ഹൃതിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, എന്താ മേഡം ഇവിടെ നിൽക്കുന്നത്, പറ, അമ്മ വീണ്ടും വഴക്കിട്ടോ? രാജു, അത് പിന്നെ പ്രിയ ചേച്ചിക്ക് എന്നോട് ഇഷ്ടമുണ്ട്, രാധമ്മയ്ക്ക് എന്നോട് ഒട്ടും ഇഷ്ടമില്ല. രാധമ്മയുടെ മരണം വരെ എന്നോടുള്ള വൈരാഗ്യം മാറില്ലെന്നൊക്കെയാണ് പറഞ്ഞത്. യോ എൻ്റെ ഹൃദയ മേഡം, അമ്മ അതൊക്കെ അങ്ങനെ ചുമ്മാതെ പറയുന്നതാ. അമ്മയ്ക്കങ്ങനെ ആരോടും അധിക ദിവസം വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. കാടൻ്റെ കണ്ണ് കോഴിക്കൂട്ടിലെന്ന് പറഞ്ഞ പോലെ ജയൻ അവിടെ നിന്ന് ആ രാജുവിൻ്റെ കയ്യിലെ ഫയലെ തന്നെയാണ് നോട്ടം. ഈ ഫയലൊന്ന് പൊക്കണമല്ലോ. രാജുവിനോട് ഞാനൊരു ഐഡിയ പറയട്ടെ. എന്താ മേഡം? മേഡം പറഞ്ഞോ. ഈ സിറ്റുവേഷനിൽ എനിക്ക് എൻ്റെ വീട്ടിലോട്ട് പോകാൻ പറ്റില്ല. ഞാൻ അങ്ങനെ അങ്ങോട്ട് ചെന്നാൽ രാജുവിനോട് വീട്ടിലുള്ളവർക്കൊക്കെ വെറുപ്പ് തോന്നിയേക്കും. രാജുവിനെ എൻ്റെ വീട്ടുകാർ തെറ്റിദ്ധരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് മേഡം എന്ത് ചെയ്യാനാ പോകുന്നത്? രാജു, ഞാനൊരു ഹോസ്റ്റലിലോട്ട് മാറട്ടെ. മേഡം എന്തൊക്കെയായി പറയുന്നത്? രാജു, ഞാൻ എൻ്റെ വീട്ടിലോട്ട് ചെന്നാൽ രാജുവിൻ്റെ വീട്ടുകാരും ഞാനും തമ്മിൽ വഴക്കാണെന്നൊക്കെ അവർ പറയും. അത് പാടില്ല രാജു, ഞാൻ ഹോസ്റ്റലിലേക്ക് മാറാം, അതേ ഞാൻ നോക്കിയിട്ടൊരു വഴിയുള്ളൂ. അതൊക്കെ കേട്ടിട്ട് രാജു, മേഡം ഇങ്ങോട്ട് വന്നേ. എന്താ രാജു, എല്ലാത്തിനും ഒന്ന് പരിഹാരം ഉണ്ടാക്കാം എന്നും പറഞ്ഞ് രാജു ഹൃതികയുടെ കൈക്കും പിടിച്ചോണ്ട് ആ റൂമിനകത്തോട്ട് കയറി വരുവാണ്. വേണുവേട്ടനും ജയനും അവിടെ നിൽപ്പുണ്ടായിരുന്നു. രാജു അകത്തോട്ട് വന്നിട്ട്, അമ്മേ, പ്രിയ ചേച്ചി, അമ്മേ എന്നൊക്കെ വിളിക്കുവാണ്. അപ്പോഴങ്ങോട്ട് രാധമ്മയും പ്രിയയും കൊച്ചമ്മണിയും വരുന്നുണ്ട്. നീ എന്നെ വിളിച്ചോ എന്ന് പ്രിയ ചോദിക്കുമ്പോൾ, ഞാൻ വിളിച്ചു, പക്ഷേ എനിക്ക് സംസാരിക്കാനുള്ളത് എൻ്റെ അമ്മയോടാ. രാധമ്മയാണെ ഇപ്പം കിട്ടുന്ന സമയമെല്ലാം രാജുവിനെ കുത്തുവാക്ക് പറഞ്ഞ് നോവിക്കുന്ന ഒരു ലക്ഷ്യത്തോടെ നിൽക്കുക. അപ്പോൾ നിൻ്റെ അമ്മയെ ഞാനെന്നിപ്പം നിനക്ക് ബോധ്യമായല്ലോ. ഇതിനൊക്കെയുള്ള മറുപടി ഞാൻ ഇപ്പം തന്നെ പറയാം. ആദ്യമേ ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഫയലൊന്ന് ഞാൻ അലമാരി വെച്ചിട്ട് വരട്ടെ. ജയൻ ആ ഫയലെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അങ്ങനെ രാജു തിരിച്ചു വന്നിട്ട് പറയുക, അമ്മ പറയുന്നതിനൊക്കെയുള്ള മറുപടി പറയാനൊന്നും എനിക്ക് പറ്റില്ല. അതിൻ്റെ കാരണം എന്താന്ന് വെച്ചാലേ, ഞാൻ അച്ഛനെയും അമ്മയും ധിക്കരിച്ച് വളർന്ന ഒരു മകനല്ല. അത് ശരിയാ, അതുകൊണ്ടാണല്ലോ നീ അമ്മ പറഞ്ഞതൊക്കെ അനുസരിച്ച് ഇതുവരെ ജീവിച്ചത് എന്ന് ഹൃദയെ നോക്കിയുള്ളൊരു കുത്തിവാക്കാണ് പറയുന്നത്. അമ്മേ, ഒരേ ഒരു കാര്യം തന്നെ ഇവിടെ കുറേ ദിവസം കൊണ്ട് വീണ്ടും വീണ്ടും പറയുന്നത്. എന്തായാലും ഇന്ന് ഇതിനൊരു അവസാനം ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് ഞാൻ എല്ലാവരെയും വിളിച്ചു വരുത്തിയത്. അമ്മയ്ക്കും അച്ഛനും നേരത്തെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു പെണ്ണിനെയാണ് കല്യാണം കഴിച്ച് ഞാനിപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അന്ന് ഞാൻ ഈ മേഡത്തിനെ തിരിച്ച് കൊണ്ടുവിടാൻ ഒരുങ്ങിയപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ കരഞ്ഞതും അമ്മയാണ്. അത് കേട്ടിട്ട് രാധമ്മ പറയാം, അതെ, ഓരോരുത്തർക്കും ഓരോ സമയത്ത് ഓരോ സാഹചര്യങ്ങളല്ലേ. സമ്മതിച്ചമ്മേ. എന്ന് വെച്ചാൽ അമ്മ ഹൃതിക മേഡത്തിനോട് ഇപ്പം കാണിക്കുന്ന ഈ പെരുമാറ്റം തുടരുമെന്നാണ് അമ്മ പറഞ്ഞു വരുന്നത്. ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാ നിൽക്കുന്ന വേണുവേട്ടനെ നോക്കി രാജു ചോദിക്കുക, അല്ല, അച്ഛനെന്താ ഒന്നും മിണ്ടാ നിൽക്കുന്നത്? എൻ്റെ മോനെ, ഞാനൊരു തോറ്റുപോയ മനുഷ്യനല്ലേടാ. മരണം വരെ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് തന്നവളെ ഇപ്പോൾ എൻ്റെ ശത്രുവല്ലേ. ഈ വീട് നോക്കുന്നത്, ഇവിടുത്തെ ചെലവുകൾ നോക്കുന്നു ഇപ്പം നീയാ. എനിക്കിപ്പോൾ വലിയ റോളൊന്നും ഇവിടെ ഇല്ല. അത് കേൾക്കുമ്പോൾ രാജുവിനങ്ങ് സങ്കടം വരുക. അച്ഛൻ എന്തായി പറയുന്നേ? അതുകൊണ്ട് മോനെ, ഈ കുടുംബത്തിൻ്റെ നാഥനും ഇപ്പം നീ തന്നെയാ. നീ ഒരു തീരുമാനം എടുക്കും മോനെ, അതെല്ലാവരും അനുസരിക്കും. അനുസരിച്ചേ പറ്റൂ. ആരെയും വേദനിപ്പിച്ചും വിഷമിപ്പിച്ചും ഞാനൊരു തീരുമാനമെടുക്കാൻ തയ്യാറല്ല. പ്രത്യേകിച്ചും എൻ്റെ അമ്മയെ. എൻ്റെ ലോകത്ത് നിങ്ങളെല്ലാവരും ഉണ്ട്, എല്ലാവരും ഉണ്ടാവണം. ഇപ്പോഴാ ലോകത്തേക്ക് ഹൃതിക മേഡവും വന്നു. ഇത്രയേറെ പൊരുത്തക്കേടുകൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചല്ല ഞാൻ ഹൃതിക മേഡത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. രാജു സങ്കടപ്പെട്ടുകൊണ്ട് പറയുക, പക്ഷേ ഞാൻ കരുതിയതിനേക്കാളും അപ്പുറത്തിട്ട് കാര്യങ്ങൾ പോയി. ഹൃതിക മേഡത്തിന് ഇതൊന്നും ശീലമല്ല. ഇത്തരം വഴക്കുകളും പിണക്കങ്ങളും ഒക്കെ കണ്ടല്ല ഹൃതിക മേഡം വളർന്നത്. അതുകൊണ്ട് ഹൃതിക മേഡത്തെ തൽക്കാലം ഞാനൊരു വനിതാ ഹോസ്റ്റലിലേക്ക് മാറ്റുക. അത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്. രാധമ്മ പറയാം, ഓ, എനിക്ക് വേണ്ടി നിൻ്റെ മേഡത്തിനെ ഹോസ്റ്റലിലോട്ടൊന്നും മാറ്റണ്ട. ഇനി അതിൻ്റെ കുറ്റം കൂടെ നീ എൻ്റെ തലയിലോട്ട് കെട്ടിവെക്കുകയും വേണ്ട. ഞാൻ ഈ വീട് വിട്ട് എങ്ങോട്ടെങ്കിലും അങ്ങ് പൊയ്ക്കോളാം അമ്മേ എന്നിങ്ങനെ രാജു സങ്കടത്തോടെ വിളിക്കുവാണ്. ആ സമയത്തൊരു ഭദ്രകാളിയെ പോലെ രുക്മിണി ഉറഞ്ഞ തുള്ളി അങ്ങോട്ട് വരിക. ആരുമില്ലേ ഇവിടെ? ഈ വീട്ടിലുള്ളവരൊക്കെ എവിടെ പോയി? ഇന്നെല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കും. ഇറങ്ങി വാ ഇങ്ങോട്ട്. അയ്യോ, രുക്മിണിയല്ലേ കിടന്ന് ബഹളം വെക്കുന്നത് എന്നും പറഞ്ഞ് കൊച്ചമ്മണി അങ്ങോട്ട് പോകുന്നുണ്ട് നോക്കാനായിട്ട്. ഇവിടുത്തെ ഈ നാണം കെട്ട ജന്മങ്ങളൊക്കെ എവിടെ പോയി? കൊച്ചമ്മണിയെ നോക്കി ചോദിക്കുവാണ്. കൊച്ചമ്മണി പെട്ടെന്ന് അകത്തോട്ട് എത്തി നോക്കിയിട്ട്, നാണം കെട്ട ജന്മങ്ങളെ, നിങ്ങളെയൊക്കെ നാണ്ട വിളിക്കുന്നു. ആരൊക്കെയാ ഇവിടുത്തെ നാണം കെട്ട ജന്മങ്ങൾ? എല്ലാവരും ഇങ്ങോട്ട് വാ. പ്രിയ പറയുന്നു, ആ രുക്മിണി ആൻറ്റി വഴക്കുണ്ടാക്കാനായിട്ട് വന്നതാണെന്ന് തോന്നുന്നു, എല്ലാവരും വാ എന്നും പറഞ്ഞ് അവരെല്ലാവരും ഫ്രണ്ടിലോട്ട് പോവുകയാണ്. കാടൻ്റെ കണ്ണ് കോഴിക്കുട്ടി എന്ന് പറഞ്ഞതുപോലെ തന്നെ ജയൻ വിചാരിക്കുന്നു, ഇതാണ് നല്ല സമയം, എങ്ങനെങ്കിലും ഇപ്പോൾ ഫയൽ ഈ സമയത്ത് തന്നെ പൊക്കണം എന്നും പറഞ്ഞ് അവൻ പെട്ടെന്ന് രാജുവിൻ്റെ മുറിയിലോട്ട് പോവുകയാണ്. ആ അലമാരിയിലൊക്കെ നോക്കി പെട്ടെന്ന് തന്നെ അവൻ കണ്ടുപിടിച്ച് രാജു കൊണ്ടുവന്ന ആ ഫയൽ.
എന്നിട്ട് പ്രതാപവർമ്മയുടെ സൈൻ ചെയ്ത പേപ്പറുകളൊക്കെ ആ ഫയലിലോട്ട് കയറ്റി വെച്ചിട്ട് അതിൽ നിന്ന് 3-4 പേപ്പറൊക്കെ എടുത്ത് അവൻ്റെ ഷർട്ടിനകത്തോട്ട് വെക്കുവാണ്. ആ സമയത്ത് പ്രിയ അങ്ങോട്ട് വരുന്നു. എന്താ ചെയ്യട്ടെ ഇവിടെ, എന്താ രാജുവിൻ്റെ മുറി ചെയ്യുന്നത്, എന്തെങ്കിലും വേല ഒപ്പിക്കുവാണ്? ഒന്നുമില്ല, ഇവിടെ ഫാൻ ഓടുന്ന കണ്ടുകൊണ്ട് വന്നതാ, വെറുതെ എന്തിനാ കറണ്ട് ബില്ല് കളയുന്നത്? അതിന് നിങ്ങളാണോ കറണ്ട് ബില്ല് കെട്ടുന്നത്? രാജുവല്ലേ കറണ്ട് ബില്ലൊക്കെ അടയ്ക്കുന്നത്? എന്താ ജയേട്ടൻ്റെ ഷർട്ടിനകത്തിരിക്കുന്നത്? ഒന്നുമില്ല, അത് ഞാനിങ്ങനെ കൈവച്ചതാ. അതേ ഒരു വണ്ട് വന്നു, ദാണ്ട് എടുത്ത് കളഞ്ഞു, വണ്ടങ്ങ് പോയി. എന്നാ വാ, ദാണ്ട രുക്മിണിയാൻ്റെ അവിടെ കിടന്ന് ബഹളം വെക്കുന്നിടത്തോട്ട് വാ എന്നും പറഞ്ഞ് പ്രിയ ജയനെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. രാധമ്മയും വേണിവട്ടനും എല്ലാം രുക്മിണി കിടന്ന് ബഹളം വെക്കുന്നിടത്തോട്ട് വരുവാണ്. രാധമ്മ ചോദിക്കുന്നു, എന്താ രുക്മിണി, എന്താ? അതേ തലയിൽ ചെമ്പരത്തിപ്പ് വെച്ചില്ലെന്നേ ഉള്ളു എന്നും പറഞ്ഞ് നമ്മുടെ കൊച്ചമ്മണി കളിയാക്കുന്നുണ്ട്. രുക്മിണിക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. ദേ പടുക്കിഴവി, ഞാൻ തറയായ വെറും തറയാ കേട്ടല്ലോ. കൊച്ചമ്മണി വിടുവോ? എന്തിനാ രുക്മിണി ഈ ഒച്ചപ്പാട്? അല്ല, രുക്മിണിയുടെ പേര് തന്നെ തറയിൽ രുക്മിണി എന്നല്ലയോ? രുക്മിണി ദേഷ്യത്തോടെ രാധമ്മയോട് പറയാ, രാധമ്മേ, ഈ തള്ളയെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഇവിടെ ഒരു കൊലപാതകം നടക്കും. രാധമ്മ ചോദിക്കുന്നു, എന്താ രുക്മിണി, എന്താ ഇപ്പം പ്രശ്നം? പ്രശ്നം എന്താണെന്നോ? ദാണ്ട ഈ നിൽക്കുന്ന ഇവനും ഇവളും കൂടി ചേർന്ന് എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതവും നശിപ്പിച്ച് എൻ്റെ കുടുംബവും തകർത്ത്. എന്നിട്ട് ഒന്നും അറിയാത്തവളെ പോലെ ചോദിക്കുന്നു, എന്താ പ്രശ്നമെന്ന്. വേണിവട്ടൻ സ്നേഹത്തോടെ തന്നെ പറയുന്നു, അതൊക്കെ കഴിഞ്ഞില്ലേ രുക്മിണി, കമ്പവും കഴിഞ്ഞ് കാറ്റും പോയി. അത് കേട്ടിട്ട് രുക്മിണി പറയാം, ഒരു കമ്പവും കഴിഞ്ഞിട്ടില്ല, കമ്പന്നാണ്ട് ഇവിടെ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ, എല്ലാത്തിനെയും കത്തിച്ച് കളയും ഞാനിവിടെ ഇട്ട്. രുക്മിണി ബഹളം ഉണ്ടാക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എന്ന് ഈ രാധമ്മ പറയുന്നുണ്ട്. എൻ്റെ ഈ വാടക വീട് ഇപ്പോൾ ഒഴിയണം, ഈ നിമിഷം ഒഴിയണം. അത് കേട്ട് എല്ലാവരും അങ്ങ് ഞെട്ടി നിൽക്കുക. ഒരിക്കലും രുക്മിണി ഇപ്പോൾ വന്നിങ്ങനെ പറയുമെന്ന് ആരും വിചാരിച്ചില്ല. ഈ വീട്ടിൽ നിന്ന് ഇപ്പം തന്നെ എല്ലാവരും ഇറങ്ങിത്തരണം എന്നൊക്കെ പറഞ്ഞ് ഒച്ച വെക്കുവാണ് രുക്മിണി. രാജു പറയുന്നു, രമ്യടമ്മേ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? അഗ്രിമെൻറ്റിനൊക്കെ ഒരു കാലാവധി ഇല്ലേ? നീ ഇനി എന്നെ രമ്യയുടെ അമ്മയെന്നൊന്നും വിളിക്കണ്ടടാ. അയ്യോ, ഞാൻ വിളിച്ച് ശീലിച്ചു പോയതുകൊണ്ടാ രമ്യടമ്മേ. എന്നിട്ട് നീ ശീലിച്ചതൊക്കെ അങ്ങ് മറന്നു പോയല്ലോടാ. ചെറുപ്പകാലം മുതലേ എൻ്റെ മോളെ മോഹിപ്പിച്ചതൊക്കെ നീ അങ്ങ് മറന്നില്ലേ? വേണുവേട്ടൻ പറയുന്നു, എൻ്റെ മോൻ രാജു മോഹിച്ചതല്ലല്ലോ രുക്മിണി, ആ പെങ്കൊച്ചുവിനെ മോഹിച്ചതിന് ഇവനെന്ത് ചെയ്യാനാ? അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ ഈ നിമിഷം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി തന്നേ പറ്റൂ. ഇങ്ങനെ കടുംപിടുത്തം പിടിക്കല്ലേ രുക്മിണി എന്ന് രാധമ്മ കരഞ്ഞു പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കടുംപിടുത്തം പിടിക്കുന്ന തെറ്റ്, അപ്പോൾ നിങ്ങളുടെ മോനും നിങ്ങളും ചേർന്ന് എന്നോട് ചെയ്ത ചതി എന്താ? അത് കേട്ടിട്ട് കൊച്ചമ്മണി പറയുന്നു, തലയ്ക്ക് നല്ല ഭാരം കാണും. എന്ന് വെച്ചാൽ തലമുഴുക്ക രാജുവായിരുന്നല്ലോ, അപ്പം രാജു ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കും ഭാരം. എന്താ നിങ്ങളൊക്കെ ഇങ്ങനെ മിണ്ടാൻ നിൽക്കുന്നത്? ചട്ടിയും കലവും പാട്ടയൊക്കെ പെറുക്കിക്കൊണ്ട് ഇപ്പം ഇറങ്ങിക്കോണം ഇവിടുന്ന്. പകരം ഒരു വീട് കിട്ടാതെ ഞങ്ങൾ എങ്ങോട്ടിറങ്ങാനാ രുക്മിണി എന്ന് വേണിവട്ടൻ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കാണോ വീട് കിട്ടാൻ പ്രയാസം? നാട് മുഴുക്ക വലിയ വലിയ കൊട്ടാരങ്ങളും മലനാട് നിറയെ തോട്ടങ്ങളും ഉള്ള വലിയ രാജകൊട്ടാരത്തിലെ തമ്പുരാട്ടിയല്ലേ മോൻ കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. വലിയ വലിയ കൊട്ടാരവും തോട്ടവും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല എൻ്റെ മോൻ ഈ കുട്ടിയെ കെട്ടിയത് എന്ന് വേണുവേട്ടൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ഈ കഥയൊന്നും എനിക്ക് കേൾക്കണ്ട. എനിക്ക് വേണ്ടത് ഇപ്പം എൻ്റെ വാടക വീട് നിങ്ങൾ ഒഴിഞ്ഞു തരണം. അയ്യോ, ഞങ്ങളൊരു വീട് കണ്ടെത്തിക്കോട്ടെ രുക്മിണി ആൻറ്റി എന്ന് പ്രിയ പറയുമ്പോൾ, നാടോടികളെപ്പോലെ കെട്ടിപ്പെറുക്കി നടക്കാൻ തുടങ്ങിയിട്ട് നാള് കുറച്ചായല്ലോ, ഇതുവരെയും ഒരു കൂര ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? രുക്മിണിയുടെ ആ ചോദ്യത്തിന് മുന്നിൽ എല്ലാവരും വിഷമിച്ച് തല കുനിച്ച് നിൽക്കുവാണ്. അതെ, പള്ളിയിൽ നിന്നും പഞ്ചായത്തിൽ നിന്നൊക്കെ ഈ തെണ്ടികൾക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളും പോയി ഒരു അപേക്ഷ കൊടുക്ക്. അത് കേട്ട് ദേഷ്യത്തോടെ രാജു പറയാം, വേണ്ട രമ്യടമ്മേ, മര്യാദകേട് പറഞ്ഞാലുണ്ടല്ലോ. എന്താടാ, ഞാൻ കാര്യം പറഞ്ഞപ്പോൾ നിന്റെ രക്തം ചൂടായോ? നിനക്കൊക്കെ വീടില്ലെങ്കിലേ ഒരു കൂരയുണ്ടാക്കാൻ പിരിവെടുക്കടാ. വേണമെങ്കിൽ ഞാനും തരാം, ഒരു 10,000 1000. അത് കേട്ടിട്ട് വേണുവേട്ടൻ പറയുന്നു, നിങ്ങളൊരു സ്ത്രീ ആയതുകൊണ്ട് ഞാനിതിന് മറുപടി പറയുന്നില്ല. ഇവിടെയുള്ള എൻ്റെ ഭാര്യയും മക്കളും നിങ്ങളെപ്പോലെ ഇത്രയ്ക്ക് തരം താഴുകയില്ല. രാജു പറയുന്നു, ഞങ്ങൾ മാറിത്തരാം, അതിന് ഒരല്പം സമയം ഞങ്ങൾക്ക് തരണം. 1/2 മണിക്കൂർ സമയം പോലെ ഞാൻ നിനക്കൊന്നും തരത്തില്ല, മാറി തന്നേ പറ്റൂ. എന്താടാ നിങ്ങളെല്ലാം ഇങ്ങനെ മരക്കുറ്റികളെ പോലെ നിൽക്കുന്നത്? വ്യക്തിവൈരാഗ്യം ഉണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെയൊന്നും പെരുമാറരുത് രമ്യടമ്മേ എന്ന് രാജു പറയുക. അതേടാ, എനിക്ക് വ്യക്തിവൈരാഗ്യം തന്നാടാ. എന്താടാ നിനക്ക് സംശയം? നീയൊക്കെ ഒന്ന് ഓർത്ത് നോക്ക്, എന്നോട് ചെയ്തതേ സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ? വേണുവേട്ടൻ പറയുക, രുക്മിണി, നിങ്ങൾ വാടക ചീട്ടെഴുതി വാടകയ്ക്ക് തന്ന വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അത് വാടകക്കാരനും വീട്ടുടമക്കാരനും തമ്മിലുള്ള ഒരു ബന്ധത്തിലാണ്, അതായത് ഒരു എഗ്രിമെൻറ്റിലാണ്. അതുകൊണ്ട് അതും ഇതും വ്യക്തികൾ തമ്മിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ കൂട്ടിക്കുഴയ്ക്കരുത്.
നിങ്ങളും നിങ്ങളുടെ മകളും ചേർന്ന് അതിബുദ്ധി പ്രയോഗിച്ച് എൻ്റെ മോൻ്റെ കഴുത്തിൽ വലിഞ്ഞു കയറാമെന്ന് വിചാരിച്ചു. അവന് താല്പര്യമുള്ള പെണ്ണിനെയല്ലേ അവന് കല്യാണം കഴിക്കാൻ പറ്റൂ. അതുകൊണ്ട് അവനത് ചെയ്തു. ദേ കണ്ടില്ലേ, ഇങ്ങേര് ഇപ്പോഴും മര്യാദകേട് തന്നെ പറയുന്നത്. കുറ്റക്കാരിപ്പം ഞങ്ങളാണത്രേ, ഇയാളും ഇയാളുടെ മകനും ഹരിചന്ദ്രന്മാർ. ഇനി ഒരു സെക്കൻഡ് നിമിഷം ഞാൻ നിങ്ങൾക്ക് തരില്ല. ഈ നിമിഷം നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങണം. അപ്പോൾ ഫ്രണ്ട്സ്, രുക്മിണി അങ്ങനെ കടുംപിടുത്തവും പിടിച്ചോണ്ട് അവിടെ നിൽക്കട്ടെ. അതായത് കിട്ടാത്ത മുന്തിരി പുളിക്കും. അതാണ് രുക്മിണി ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ രുക്മിണി കളിക്കുന്നത് ആരോടാണ്? ഋതികയോടാണ്. ഋതികയുടെ സമ്പത്തിൻ്റെ വല്ലതും മുന്നിൽ രുക്മിണി എത്തുമോ? ഇനി ഋതികയുടെ ഊഴമാണ് അവിടെ നടക്കാൻ പോകുന്നത്. ഇനി എന്തൊക്കെയാണ് ഋതിക ചെയ്യാൻ പോകുന്നതെന്നൊക്കെയുള്ളത് നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.